കോൺഗ്രസ് പുനഃസ്ഥാപന വാർഷിക ദിനാഘോഷം കണ്ണൂരിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്തു. പഹൽഗാമിൽ കൂട്ടക്കൊല നടത്താൻ തീവ്രവാദികൾ എത്തിയത് രാജ്യത്തിന്റെ സുരക്ഷാ വീഴ്ചയുടെ ദൃഷ്ടാന്തമാണെന്നും 26 പേരെ കൊന്നൊടുക്കിയ ഭീകരരെ നശിപ്പിക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കഴിഞ്ഞു എന്ന് കരുതാനാവില്ലെന്നും CPM ജനറൽ സെക്രട്ടറി പറഞ്ഞു. കുറിച്ച് തർക്കിക്കാൻ നമ്മൾ ആരും പോകില്ല. രാജ്യം ചെയ്ത ഒരു പ്രവൃത്തിയാണ്. പക്ഷെ ഇവിടെ വന്ന് ഈ നിഷ്ഠൂരമായ ഘോരകൃത്യം ചെയ്ത ആ ഘാതകന്മാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടമുണ്ടാക്കാൻ ഈ ഓപ്പറേഷൻ സിന്ദൂർ വഴി കഴിഞ്ഞു എന്ന് വ്യക്തമായി ഇപ്പോഴും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. ഒരു ഘട്ടത്തിലും അങ്ങനെ ഒരു അവകാശവാദം തന്നെ നരേന്ദ്രമോദിയോ രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗോ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അവിടുത്തെ പട്ടാളം, അതിർത്തി രക്ഷാസേന, അർദ്ധസൈനികർ, ജമ്മു കാശ്മീരിലെ ക്രമസമാധാനം നോക്കാൻ ചുമതലപ്പെട്ട പോലീസ്, ഇത് മുഴുവൻ കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാണ്. അത് യൂണിയൻ ടെറിട്ടറി ആയതുകൊണ്ട്. അപ്പോൾ ഇവർക്ക് സ്വച്ഛമായി എങ്ങനെ കടന്നു വരാൻ കഴിയൂ? ഈ കർമ്മം, ഭീകരകൃത്യം നിർവഹിച്ചിട്ട് അവർക്ക് സ്വച്ഛമായി എങ്ങനെ രക്ഷപ്പെടാൻ കഴിഞ്ഞു? ഇതിൽ രണ്ടിലും കേന്ദ്ര ഗവൺമെന്റിന്റെ സുരക്ഷാ സംവിധാനത്തിന്റെ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി ഉമേഷ് ചന്ദ്ര ശർമ്മ മുഖ്യപ്രഭാഷണം നടത്തി. KK ജയപ്രകാശ്, ഉഴമലക്കൽ വേണുഗോപാൽ, EPR വേശാല, അഡ്വക്കേറ്റ് TV വർഗീസ്, മാത്യൂസ് കോലഞ്ചേരി, ബാബു ഗോപിനാഥ്, M ഉണ്ണികൃഷ്ണൻ, സന്തോഷ് കാല, റനീഷ് മാത്യു, അഡ്വക്കേറ്റ് KV മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.